ഇന്ന് നമ്മൾ 3 ചാപ്റ്റേഴ്സാണ് പഠിക്കാൻ പോകുന്നത്. 18, 19, 20. അപ്പം ഈ 3 ചാപ്റ്ററും വളരെ ചെറിയ ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ പഠിക്കാനായിട്ട് പറ്റും. ഇനി ഞാൻ തരുന്ന നോട്ടിൻ്റെ മെയിൻ പോയിന്റ് നിങ്ങൾ പഠിച്ചു വെച്ചിട്ട് അതിന് താഴെ ഞാൻ എക്സ്പ്ലനേഷൻ എഴുതാനായിട്ട് പറഞ്ഞു തന്നിട്ടില്ലേ, ആ എക്സ്പ്ലനേഷൻ നോട്ട് എന്ന് പറയുമ്പോൾ വളരെ ക്രിസ്പാക്കാനായിട്ട് നോക്കുക. എന്ന് വെച്ചാൽ ഞാൻ പറയുന്ന പോയിന്റ്സ് ഉണ്ടല്ലോ, അത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ എഴുതി വയ്ക്കണം. അങ്ങനെ വേണം എക്സാമിന് എഴുതാനായിട്ട്. മെയിൻ പോയിന്റ് പഠിക്കാൻ മറക്കല്ലോ. അപ്പോൾ ചാപ്റ്റർ 18 മെയിനായിട്ട് പറയണതെന്ന് വെച്ചാൽ 19-ാം നൂറ്റാണ്ടിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടായി. എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത്? സതി, ബാലവിവാഹം, ജാതി വ്യവസ്ഥ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്താണ്, ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഇങ്ങനെയുള്ള ദുരാചാരങ്ങൾക്കെതിരെ ഒരുപാട് പ്രസ്ഥാനങ്ങൾ വന്നു. ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അതേപോലെ തന്നെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം വളർന്നു, മതപരമായിട്ടുള്ള പരിഷ്കാര പ്രസ്ഥാനങ്ങളുണ്ടായി, പത്രപ്രവർത്തനം ഉണ്ടായി, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതാണ് മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഒന്നാമത് നമുക്ക് പറയാം മെർക്കുലാസ്, അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ഭാഷയുമായി ബന്ധപ്പെട്ടുള്ള അഡ്വൈസ് എന്താണ് എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം മെർക്കുലാർ 1835 മിനിറ്റ് ഓൺ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സംഭവം അവതരിപ്പിച്ചു. ഇതെന്താ പറയണതെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ഭാഷയിലെ പരിജ്ഞാനം എല്ലാ ഇന്ത്യക്കാർക്കും ഉണ്ടാകണം. മാത്രമല്ല പാശ്ചാത്യമായിട്ടും ശാസ്ത്രീയമായിട്ടുമുള്ള സാഹിത്യമൊക്കെ ആര് പഠിക്കണം? നമ്മുടെ ഇന്ത്യക്കാർ പഠിക്കണം. ഇതാണ് മെയിനായിട്ട് അദ്ദേഹം അവതരിപ്പിച്ച കാര്യം. അപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി വയ്ക്കുക. ചിലപ്പോൾ 2 മാർക്കിന് അല്ലെങ്കിൽ 1 മാർക്കിനൊക്കെ ചോദിക്കും കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രാർത്ഥനാ സമാജം എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? അപ്പം പ്രാർത്ഥനാ സമാജം എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മരാമാണ് എന്ത് ചെയ്തത്, പ്രാർത്ഥന സമാജം സ്ഥാപിച്ചത്. മെയിനായിട്ട് ഇതിൻ്റെ ഉദ്ദേശങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ജാതി വ്യവസ്ഥകൾ പണ്ടുണ്ടായിരുന്നു. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല, ജാതി വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. അതൊക്കെ തുടച്ച് മാറ്റുക, ജാതി വ്യവസ്ഥ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, വിധവകൾക്ക് എന്ത് ചെയ്യുക, വിവാഹം അതിനെ പിന്തുണയ്ക്കുക. വിധവകൾ എന്ന് പറയുമ്പം നമുക്കറിയാം സതി എന്ന് പറയുന്ന സമ്പ്രദായം നിർത്തലാക്കിയത് കാരണം ഒരുപാട് വിധവകൾ അവർ അനാഥകരാകുകയാണ്. അവർക്കൊരിക്കലും അവരെ വീട്ടിൽ പോകാൻ പറ്റത്തില്ല, ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കാനായിട്ടും പറ്റത്തില്ല. അവരെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു 15 വയസ്സുള്ള കുട്ടി വിവാഹം കഴിക്കുന്നത് 70-80 വയസ്സുള്ള ആളുകളായിരിക്കും. അപ്പോൾ അയാൾ മരിച്ചു കഴിഞ്ഞാൽ ഈ കൊച്ചുകുട്ടിക്ക് പിന്നെ പോകാനായിട്ട് സ്ഥലമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ള വിധവകൾക്ക് എന്ത് ചെയ്യുക, വീണ്ടും ഒരു വിവാഹം കഴിക്കാനായിട്ട് സഹായിക്കണം. അതേപോലെ തന്നെ ഏകദൈവ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുക. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളായിരുന്നു നമ്മുടെ പ്രാർത്ഥനാ സമാജിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അതേപോലത്തെ വേറൊരു സമാജമായിരുന്നു ആര്യ സമാജം എന്ന് പറയുന്നത്. അപ്പം സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഉണ്ടാക്കിയത് 1875. അപ്പം നിങ്ങളിത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു പേപ്പർ എടുത്തിട്ട് ആര്യ സമാജം, ബ്രഹ്മസമാജം, പ്രാർത്ഥനാ സമാജം പേരെഴുതുക, വർഷം എഴുതുക, ആരൊക്കെയാണ് സ്ഥാപിച്ചതെന്ന് എഴുതി പഠിക്കുക. 1 മാർക്കിന് ഉറപ്പായിട്ട് ചോദിക്കുക. നിങ്ങൾക്ക് ഹിസ്റ്ററി ഇതൊക്കെയാണ് വരുന്നത്. അപ്പം ആര്യ സമാജം മെയിനായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു പ്രസ്ഥാനം രൂപീകരിച്ചു. അതിനെ ശുദ്ധി പ്രസ്ഥാനം എന്നാണ് പറയുന്നത്. ചിലപ്പം ചോദിക്കാം ആര്യ സമാജം രൂപീകരിച്ച പ്രസ്ഥാനം ഏതോന്നാണ്, അല്ലെങ്കിൽ ശുദ്ധി പ്രസ്ഥാനം ആര് രൂപീകരിച്ചു, ഇങ്ങനെയൊക്കെ വരാം. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ മതപരിവർത്തനമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് കേട്ടോ. അതേപോലെ തന്നെ ഇവർ ഈ ജാതി വ്യവസ്ഥയ്ക്കെതിരെയായിട്ട് പോരാടുകയും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെന്നും അതിന് വേണ്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ എന്ത് ചെയ്തു, ഇവർ നിർമ്മിച്ചിട്ടുണ്ട്. അടുത്ത് പഠിക്കാനായിട്ട് പോകുന്നത് രാമകൃഷ്ണ മിഷനെ പറ്റിയിട്ടാണ്. ഇതെന്ന് പറയുമ്പോൾ സ്വാമി വിവേകാനന്ദ സരസ്വതിയായിരുന്നു ഈ ഒരു മിഷൻ രൂപീകരിച്ചത്. പ്രധാനമായിട്ടും എന്ത് ചെയ്യുക, മനുഷ്യർക്ക് സേവിക്കുക, ആരോഗ്യം, വിദ്യാഭ്യാസം. ഞാൻ നേരത്തെ മുകളിൽ പറഞ്ഞിട്ടില്ലേ, ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് എവിടെയും പറയുന്നത്, നമ്മുടെ രാമകൃഷ്ണ മിഷനകത്തും പറയുന്നത്. 5-മത്തെ ഒരു ക്വസ്റ്റ്യനാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഫുഡ് ആൻഡ് ഡിസ്പാച്ച് 1857. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സർവകലാശാലകൾ സ്ഥാപിക്കുക, പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാ ആളുകൾക്കും ഉറപ്പാക്കുക, ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു പ്രാദേശിക ഭാഷയാക്കിയിട്ട് അതിന് പ്രാധാന്യം കൂട്ടുക, സ്ത്രീകളെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക. ഇതൊക്കെയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസ്പാച്ച് എന്ന് പറഞ്ഞ സംഭവത്തിനകത്ത് വരുന്നത്. അപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി വെക്കണം. അടുത്ത് വരുന്നത് ഹണ്ടർ കമ്മീഷനാണ്. അത് 1882 രൂപം കൊണ്ടത് കേട്ടോ. അപ്പം വില്യം ഹണ്ടറാണ് കൊണ്ടുവന്നത്. പ്രധാനമായിട്ടും ഈ ഒരു കമ്മിറ്റിയുടെ ഉദ്ദേശമെന്ന് വെച്ചാൽ പ്രാഥമിക വിദ്യാഭ്യാസങ്ങൾ ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥാപിക്കുക, അതേപോലെ തന്നെ സ്വകാര്യ വിദ്യാഭ്യാസങ്ങൾക്ക് സഹായം നൽകുക, സ്ത്രീകളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുക. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ശുപാർശകൾ എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് വെർണാക്കുലർ പ്രസ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട്. ഇതെന്ന് പറയുമ്പോൾ ലോർഡ് ലിണ്ടനെ കൊണ്ടുവന്നതാണ്. അതായത് നമുക്കറിയാം ഇന്ത്യയിൽ ഉള്ള ആളുകൾക്ക് പ്രധാനമായിട്ടും ബ്രിട്ടീഷുകാരുടെ പ്രതിഷേധം കാണിച്ചത് അവരുടെ എഴുത്ത് വരിയാണ്.
പ്രധാനമായിട്ട് പത്രങ്ങൾ വഴി. അപ്പോൾ ആ സമയത്ത് ബ്രിട്ടീഷുകാർ ചെയ്ത കുറ്റങ്ങളൊക്കെ ഇവന്മാർ പത്രങ്ങളിലൂടെയൊക്കെ എഴുതി മുഴുവനും അറിയിക്കുകയായിരുന്നു. ഇത് ആരറിയുന്നു? ബ്രിട്ടീഷുകാരത് അറിയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ബ്രിട്ടീഷുകാരെ പറഞ്ഞു, ഇനി പത്രങ്ങളിൽ ഒരു ലേഖനം എഴുതുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ വായിച്ച് നോക്കി ഞങ്ങൾക്ക് ഉറപ്പാക്കി ഓക്കെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ, പത്രത്തിൽ ലേഖനം എഴുതാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്കെതിരെ കേസ് ചുമത്താനായിട്ട് പറ്റും എന്ന് പറഞ്ഞു. അതാണ് വെർണാക്കുലർ പ്രസ് ആക്ട് എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത് പഠിക്കാനായിട്ട് പോകുന്നത് ആരാണ് സെയ്ദ് അഹമ്മദ് ഖാൻ. അവരെങ്ങനെയാണ് മുസ്ലിംസിൻ്റെ എഡ്യൂക്കേഷനെ സ്വാധീനിച്ചത്. അപ്പോൾ സെയ്ദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്നത് ഒരു മുസ്ലിമാണ്. പുള്ളിക്കാരൻ എന്ത് ചെയ്തു, നമ്മുടെ മുസ്ലിംസിൻ്റെ ഇടയിൽ വിദ്യാഭ്യാസം വളരണം, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കിടയിൽ. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ അടഞ്ഞ ചിന്താഗതിയിൽ നിന്നും അവർക്ക് പുറത്തു വരാൻ പറ്റുള്ളൂ എന്ന് അദ്ദേഹം പറയുകയും ആദ്യമായിട്ട് ഒരു മുസ്ലിംസ് കോളേജ് ഇദ്ദേഹം അലിഗഡിൽ സ്ഥാപിക്കുക. അതാണ് അലിഗഡ് മുസ്ലിം കോളേജ് എന്ന് പറയുന്നത് കേട്ടോ. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് എന്താണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുള്ള കോൺട്രിബ്യൂഷനായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. ഇത്രയാണ് ആ ഒരു 18ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. നന്നായിട്ട് നിങ്ങൾ വായിക്കുക, നന്നായിട്ട് ഇത് പഠിച്ച് വെച്ചേക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനായിട്ട് പോകുന്നത് വളരെ ചെറിയൊരു ചാപ്റ്റർ ആട്ടോ. വളരെ ചെറിയെന്ന് വെച്ചാൽ വളരെ കുഞ്ഞു ചാപ്റ്ററാണ്. 19ാമത്തെ ചാപ്റ്ററാണ് പോപ്പുലർ റെസിസ്റ്റൻസ് ടു കമ്പനി റൂൾ. ഓക്കെ, അപ്പം ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പോകുന്നത് 1857 ഒരു വലിയ വിപ്ലവം ഉണ്ടായിട്ടുണ്ട്. ഫസ്റ്റ് വേൾഡ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയും. അപ്പം അതിനെ പറ്റിയിട്ട് അതെന്താണ്, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് ലാസ്റ്റ് സോൾവ് ആക്കിയത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം 1857 വിപ്ലവത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടമാണ്. കാരണം ആ ഒരു പോരാട്ടത്തിൽ ഇന്ത്യക്കകത്തുള്ള എല്ലാ ആളുകളും പങ്കെടുത്തിട്ടുണ്ട്. സൈനികർ, രാജാക്കന്മാർ, കർഷകർ തുടങ്ങിയിട്ടുള്ള എല്ലാ ആളുകളും പങ്കെടുത്തിട്ടുള്ള ഒരു യുദ്ധമായിരുന്നു. ഇതിന് നമ്മൾ സിപ്പായി ലഹള എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള വലിയൊരു യുദ്ധം ഉണ്ടാവാനായിട്ടുള്ള മെയിൻ കാരണമെന്ന് പറയുന്നത് ഒന്നെന്ന് പറയുമ്പം രാഷ്ട്രീയ കാരണങ്ങളാണ്. അതായത് നമ്മൾ പണ്ട് നാട്ടുരാജാക്കന്മാരായിരുന്നു നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവന്മാരുടെ കയ്യിൽ നിന്ന് എന്താണ് വളരെ കൺവീൻസ് ചെയ്ത് അല്ലെങ്കിൽ അവളെ തെറ്റിദ്ധരിപ്പിച്ച് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്താണെന്ന് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, അനന്തരാവകാശികളില്ലാത്ത ഭൂമി ആർക്ക് സ്വന്തം? ബ്രിട്ടീഷുകാർക്ക് സ്വന്തം. അങ്ങനെ എന്ത് ചെയ്തു, അവരുടെ കയ്യിൽ നിന്ന് രാജ്യം തട്ടിയെടുത്തു. അതേപോലെ തന്നെ സൈനിക സഹായ വ്യവസ്ഥ, ഇങ്ങനെയൊക്കെയുള്ള ഓരോ വ്യവസ്ഥകളിൽ നിന്ന് രാജാക്കന്മാരുടെ കയ്യിൽ നിന്നും ഭൂമി തട്ടിയെടുത്തു. അപ്പം രാജാക്കന്മാർ സഹിക്കുകയോ ഇല്ല. അങ്ങനെ അവരെല്ലാവരും ബ്രിട്ടീഷുകാർക്കെതിരെ തിരിഞ്ഞു. രണ്ടാമത് വരുന്ന സാമ്പത്തിക കാരണങ്ങൾ. സാമ്പത്തിക കാരണം എന്ന് വെച്ചാൽ കർഷകരെ സംബന്ധിച്ച് എന്താണ്, ഉയർന്ന നികുതി. നമുക്കറിയാം ഏതൊക്കെ തരത്തിലുള്ള നികുതിയാണ് ചാർത്തിയിട്ടുണ്ടായിരുന്നത് അത്. രണ്ടാമതെന്ന് വെച്ചാൽ സാമൂഹികപരമായിട്ടുള്ള മതകാരണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യൻ മതം എല്ലായിടത്തും പ്രചരിപ്പിക്കുക, ഇന്ത്യയിലുള്ള ആചാരങ്ങൾക്കെതിരായിട്ട് ഇവർ പോരാടുക, അങ്ങനെയുള്ള കുറച്ച് കാര്യം. ഇന്ത്യയിലുള്ള ആചാരങ്ങൾക്കെതിരായി പോരാടുക എന്ന് വെച്ചാൽ സതി, ശൈശവ വിവാഹം, ഇതൊക്കെ നമുക്ക് നല്ലതായിരുന്നു. പക്ഷേ ബാക്കിയുള്ള ആളുകൾക്ക് അത് ഇഷ്ടമാവുമല്ലോ, ഇല്ലല്ലോ, അതാ. പിന്നെ സൈനിക കാരണങ്ങൾ. കാരണം നമ്മുടെ ഇന്ത്യൻ സൈനികർക്ക് വളരെ കുറച്ച് ശമ്പളം അവർ കൊടുക്കുകയുള്ളൂ. മാത്രമല്ല നമ്മൾ വിദേശത്ത് യാത്ര ചെയ്ത് വിദേശ രാജ്യങ്ങളിൽ പോയി യുദ്ധം ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. ഇന്ത്യക്കാരുടെ മിത്തോളജി അനുബന്ധിച്ച് നമ്മൾ ഇന്ത്യ വിട്ട് വേറൊരു രാജ്യത്ത് പോകാമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് മരിച്ചു പോകുന്നതിന് തുല്യമാണ്. അങ്ങനെ പിന്നെ അതേപോലെ തന്നെ എൻഫീൽഡ് തോക്കുകൾ അവർ കൊണ്ടുവന്നു. അപ്പം എന്നിട്ട് ഹിന്ദുക്കളടുത്ത് പറഞ്ഞു അതിനകത്ത് എൻഫീൽഡ് തോക്കുകളുടെ പുറം ഭാഗം കടിച്ചെടുക്കണമെന്ന് പറഞ്ഞു. അപ്പം അതൊരു കോട്ടാണ്, അത് പശുവിൻ്റെ നെയ്യ് കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു. മുസ്ലിംസിൻ്റെ അടുത്ത് പറഞ്ഞു പന്നിയുടെ നെയ്യ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. കാരണം ഇത് രണ്ടും എന്താണ്, അവരുടെ മതത്തിന് എതിരാണ്. അതൊക്കെയാണ് മെയിനായിട്ടുള്ള കാരണങ്ങളെന്ന് പറയുന്നത്. ഇതൊക്കെ കാരണം എന്ത് ചെയ്തു, ബാക്കി എല്ലാവരും ഇത്രയും ആളുകൾ നമ്മുടെ ബ്രിട്ടീഷുകാരോട് വളരെയധികം ദേഷ്യത്തിലായി. അങ്ങനെ എന്ത് ചെയ്തു, അവർ യുദ്ധം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ യുദ്ധത്തിൻ്റെ അവസാനം ആരാ ജയിച്ചത്? നമ്മുടെ ഇംഗ്ലീഷുകാർ. നമ്മുടെ ഇന്ത്യയിലുള്ള പല നാട്ടുരാജാക്കന്മാരും ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ തിരുവിതാംകൂർ ഉണ്ടല്ലോ, ഇപ്പോൾ തിരുവിതാംകൂർ രാജവംശം ബ്രിട്ടീഷുകാരോട് ചേർന്ന് നിന്നു എന്നാണ് പറയുന്നത്. കാരണം അവർ ഒന്നാമത്തെ ഇതിനകത്ത് പങ്കെടുത്തിട്ടില്ല. അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ വളരെ പവർഫുള്ളാണ്. വെറുതെ അവരുമായിട്ട് മുട്ടാൻ നിന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ പത്മനാഭൻ്റെ സ്വാമിയുടെ വിഗ്രഹം ക്യൂനിൻ്റെ കയ്യിലിരിക്കും. നമ്മുടെ മറ്റേ കോഹ്ലർ ഡാമിൻ പോയത് ഓർമ്മയുണ്ടല്ലോ, അതേപോലെ പോവും. ഇനി യുദ്ധം എന്തുകൊണ്ട് പരാജയപ്പെട്ടു? ഞാൻ നേരത്തെ പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. നമ്മുടെ കയ്യിൽ ആകപ്പാടുള്ളത് കുറേ കുന്തവും വാളൊക്കെ മാത്രമാണ്, വേറെ ഒന്നും നമ്മുടെ കയ്യിലില്ല. പക്ഷേ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ അങ്ങനെയാണ്, ഒരുപാട് ആയുധങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, ആ യുദ്ധത്തിൽ തോറ്റുപോയി. ഇനി അടുത്ത് പഠിക്കേണ്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1857 പ്രധാനപ്പെട്ട നേതാക്കന്മാരും അവരുടെ സംഭാവനകളുമാണ്. അപ്പം ഒരുപാട് ആളുകളുണ്ട്. ആദ്യം നമുക്ക് പറയാം പാണ്ഡെ എന്ന് പറയുമ്പോൾ 1857 തുടക്കം കുറിച്ചത്, അതായത് ആ വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് അദ്ദേഹമാണ്. പിന്നെ റാണി ലക്ഷ്മിബായി, നമുക്കറിയാം ഝാൻസി റാണി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അവർ ആ യുദ്ധ സമയത്ത് അവരുടെ കുട്ടീനെ
അവരുടെ രാജ്യം പോകാൻ കാരണമെന്ന് വെച്ചാൽ അവർക്ക് അനന്തരാവകാശികൾ ഉണ്ടായിരുന്നില്ല. അപ്പം അവരെ കുട്ടീനെ അവരൊക്കെ തിരുത്തിക്കൊണ്ടാണ് യുദ്ധം ചെയ്തത്. പിന്നെ നമുക്കറിയാം ബഹദൂർ ഷാ, അദ്ദേഹം എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും വിപ്ലവത്തിൻ്റെ ഒരു നേതാവായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അവസാനം ഭരിച്ച രാജാവ് അദ്ദേഹമായിരുന്നു. അപ്പം അവർ വിചാരിച്ചു, ഓക്കെ, ഈ ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ച് കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഭരിക്കാനായിട്ട് പറ്റും. പിന്നെ അതേപോലെ തന്നെ നാനാ സാഹിബ് കാൺപൂരിൽ നല്ല രീതിയിൽ പോരാട്ടം കാഴ്ചവെച്ച ഒരാളായിരുന്നു. താന്തിയ തോപ്പി, അതായത് ഗൊറില്ല യുദ്ധമൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, അതിൻ്റെ തന്ത്രങ്ങളൊക്കെ യൂസ് ചെയ്തത് ഇദ്ദേഹമായിരുന്നു. അങ്ങനെ ഒരുപാട് പേരായിരുന്നു ഇതിൽ പങ്കെടുത്തിട്ടുള്ളത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കമ്പനിക്കെതിരായിട്ട് നടന്ന കുറച്ച് ജനകീയ സമരങ്ങളുണ്ട്. ഒന്നാമത്തെ സമരം എന്ന് പറയുമ്പോൾ സന്യാസി ലഹള. സന്യാസി ലഹള എന്ന് വെച്ചാൽ നമുക്കറിയാം, ഈ സന്യാസിമാർ മെയിനായിട്ട് എന്താണ്, അവരാകപ്പാടെ പ്രാർത്ഥിച്ച് നടക്കുന്ന ആളുകളാണ്. പക്ഷേ ഈ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, സന്യാസിമാർ പ്രാർത്ഥിക്കാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ എന്ത് കൊണ്ടുവന്നു, വീണ്ടും അവിടെ ടാക്സ് ഇമ്പോസ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഇവിടെ പോയി പ്രാർത്ഥിക്കണമെങ്കിൽ ഇത്ര ടാക്സ് ഞങ്ങൾക്ക് തരണം. സന്യാസികൾക്ക് സഹിക്കുമോ? ഇല്ല. അവരെന്ത് ചെയ്തു, അവരെല്ലാവരും കൂടെ ബ്രിട്ടീഷുകാർക്കെതിരെ തീർന്നു. അതേപോലെ തന്നെ ഫക്കീർമാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മുസ്ലിംസിൻ്റെ അകത്തുള്ള സന്യാസിമാരാണ് കേട്ടോ. അങ്ങനെ അവരും എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർക്കെതിരെ തിരിഞ്ഞു. പിന്നെ പ്രധാനമായിട്ടും വന്ന ആദിവാസി കലാപങ്ങൾ. ആദിവാസി കലാപം എന്ന് വെച്ചാൽ നമുക്കറിയാം, ആദിവാസികൾ മെയിനായിട്ട് അവർ കാടുകളിൽ താമസിക്കുന്ന ആളുകളാണ്. ഈ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, ഓരോന്ന് പിടിച്ചടക്കി കാടുകളിൽ പോയി അവരുടെ സമാധാനപരമായിട്ടുള്ള ജീവിതത്തെ അവരെന്ത് ചെയ്തു, നശിപ്പിച്ചു. അതേപോലെ ടാക്സ് ഇമ്പോസ് ചെയ്തു. അവരുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങൾക്കൊക്കെ എതിരായിട്ട് ഒരുപാട് ചെയ്തു. ഇതൊക്കെ എന്ത് ചെയ്തു, ഭയങ്കര ബുദ്ധിമുട്ടായി. അങ്ങനെ സന്താൽ കലാപം, അതേപോലെ തന്നെ മുണ്ട കലാപം, ബിർസ മുണ്ട പോലുള്ള ആളുകളൊക്കെ വന്നിരുന്ന് എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർക്കെതിരെ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തു കേട്ടോ. കാരണം അവരൊരുപാട് പേര് ഉപദ്രവിച്ചു. പിന്നെ അതേപോലെ തന്നെ പോളിഗാർ കലാപമുണ്ട്. ഇതെന്ന് വെച്ചാൽ മെയിനായിട്ട് തമിഴ്നാട്ടിലെ രാജാക്കന്മാർ ബ്രിട്ടീഷുകാരോട് പോരാടിയിട്ടുള്ള കലാപമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 19ാമത്തെ ചാപ്റ്റർ. 19ാമത്തെ ചാപ്റ്റർ നല്ല രസമുള്ള ചാപ്റ്റർ അല്ലേ, സിമ്പിൾ അല്ലേ ഇത്? ഇനി നമുക്ക് 20 കൂടി പഠിച്ചിട്ട് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ 20 ഇത്തിരിയേ ഉള്ളൂ, ഇപ്പം തീരും. അപ്പോൾ നമുക്ക് 20 കൂടി പഠിച്ചിട്ട് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പം ഇതിൽ നിന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമുക്ക് നോക്കാനായിട്ടുള്ളത് നാഷണലിസമാണ്. ഇതിനകത്ത് ആദ്യം പഠിക്കാൻ പോകുന്നത് നമ്മൾ ദാദാഭായ് നവറോജിയെ പറ്റിയിട്ടാണ്. അപ്പോൾ ദാദാഭായ് നവറോജി എന്ന് പറയുന്നത് പുള്ളിക്കാരൻ നമ്മൾ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഇദ്ദേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശാസ്ത്രജ്ഞനാണ്. അപ്പം ഇദ്ദേഹം ഒരു സാധനം കണ്ടുപിടിച്ചു. ഇതിനെ നമ്മൾ ഡ്രെയിൻ തിയറി എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഭരിക്കാൻ വന്നതിന് തുടങ്ങിയിട്ട് ഇന്ത്യയിലുള്ള ലാഭങ്ങൾ മുഴുവനും ബ്രിട്ടീഷുകാർ കൊണ്ടുപോവുകയാണ്, ഇന്ത്യക്കാർക്ക് ഒരു ബെനിഫിറ്റും ഉണ്ടാക്കുന്നില്ലാണ് ഇദ്ദേഹം കണ്ടുപിടിച്ചു. അതിനെ നമ്മൾ ഡ്രെയിൻ തിയറി എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു കാര്യം ഇവർ കണ്ടുപിടിച്ചു. അതാണ് ഡ്രെയിൻ തിയറി. അതാണ് നമ്മുടെ ദാദാഭായ് നവറോജിയുടെ ഡ്രെയിൻ തിയറി എന്ന് പറയുന്നത്. അപ്പം ദാദാഭായ് നവറോജി ഒരു ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ച എന്താണെന്ന് വെച്ചാൽ, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഭരിക്കാൻ വന്നിട്ട് മുഴുവൻ സമ്പത്തും ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് കൊള്ളയടിച്ചുകൊണ്ട് പോവുകയാണ്, ഇന്ത്യയിൽ ഒന്നുമില്ല. അതാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നതെന്ന് വെച്ചാൽ R.C. ദത്ത് ആരാണ്, അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എന്തൊക്കെയാണ്. അപ്പം R.C. ദത്ത് എന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ അദ്ദേഹം എന്ന് പറയുമ്പോൾ എക്കോണമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ബുക്ക് എഴുതിയിട്ടുള്ള ഒരാളാണ്. അത് പഠിച്ചു വെച്ചേക്കണം. എക്കോണമിക്കൽ ബുക്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. അപ്പം ഇദ്ദേഹം എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മുടെ ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെ കാരണം ബ്രിട്ടീഷുകാരാണെന്നും ബ്രിട്ടീഷുകാരെ കർഷകരെ ചൂഷണം ചെയ്യുകയാണെന്നും അതുമായി ബന്ധപ്പെട്ട ഒരു തിയറി ഉണ്ടാക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ 3 ചാപ്റ്റേഴ്സ്.